എന്തായാലും ആ പ്രതി പിടിയിലായിരിക്കുന്നുള്ള അയാളുടെ മുഖത്ത് അയാൾ ചെയ്ത കൊടിയ കുറ്റവാളിത്തരത്തിന്റെ അല്ലെങ്കിൽ ഒന്നല്ല 3 കൊലപാതകങ്ങൾ നടത്തിയ ഒരാളുടെ ഏതെങ്കിലും തരത്തിലുള്ള ലാഞ്ചന ഉണ്ടോ എന്ന് നോക്കുക. അപ്പോ ഇയാളെ പറ്റി പറഞ്ഞത്, ഇയാളുടെ ഹിറ്റ് ലിസ്റ്റിൽ കൂടുതൽ ആൾക്കാരുണ്ടെന്ന് പറഞ്ഞത്, ഇയാളുടെ വടിവാൾ കൂടുതൽ പേരുടെ ജീവനായി കൊതിച്ചിരുന്നെന്ന് പറഞ്ഞതൊക്കെ 100% ശരിയാണ് എന്ന് അയാളുടെ മുഖത്തെ ആ കൂസലില്ലായ്മ തെളിയിക്കുന്നില്ലേ നിഖിൽ? തീർച്ചയായിട്ടും അശ്മി, ഒരു തരത്തിലുള്ള മനസ്താപവും ഇല്ലാതെ കേരളം ഒന്നടങ്കം ആ കുരുന്നുകളെ കുറിച്ച് ഓർത്ത് കേഴുമ്പോൾ ഒരു വിഷമവുമില്ലാതെ അദ്ദേഹത്തിനുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ, അതായത് ഇത്രയും സമയം ഭക്ഷണം കഴിക്കാതിരുന്നതിന്റെ ഒരു വേദന മാത്രമാണ് ആ മനുഷ്യന്റെ മുഖത്തുള്ളത്. അതല്ലാതെയുള്ള ഒരു കുറ്റബോധവും ഇല്ലാതെ ഈ നിയമ സംവിധാനത്തെ ആകെ ചോദ്യം ചെയ്തുകൊണ്ട്, ആ നിയമ സംവിധാനങ്ങളെ എല്ലാം ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഒരു മനുഷ്യന്റെ നിൽപ്പാണ് നമ്മൾ ഇവിടെ കണ്ടത്. എന്തായാലും ആ പ്രതിയെ മെഡിക്കലിന് കൊണ്ടുപോയ സമയത്ത് തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധം ആളുകളുടെ ഭാഗത്ത് നമ്മൾ കണ്ടു. ആ വാഹനവുമായി, ഒരു കാറിലാണ്, സ്വകാര്യ വാഹനത്തിലാണ് കൊണ്ടുവന്നത്. ആ സമയത്ത് തന്നെ നമ്മൾ കണ്ടു ആളുകളുടെ ഭാഗത്ത് നിന്ന് എത്രത്തോളം പ്രതിഷേധം ഇവിടെ ഉണ്ടായി എന്നുള്ളത്. എന്തായാലും പ്രതിയെ ഇപ്പോൾ ഈ നെന്മാറ പോലീസ് സ്റ്റേഷൻ അകത്തേക്ക് പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. അല്പസമയം ഇയാൾക്ക് ചില ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, അതായത് ഇത്രയും അധികം സമയം ഭക്ഷണം കഴിക്കാതെ മറ്റും നിന്നതിന്റെ ആരോഗ്യ പ്രശ്നങ്ങൾ ഇയാൾക്കുണ്ട് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഭക്ഷണമൊക്കെ കഴിപ്പിച്ച അയാളെ ഇതപ്പോൾ ഈ ഗേറ്റ് തള്ളി തുറക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു ഇവിടുത്തെ ആളുകൾ. ഈ ഗേറ്റ് തള്ളി തുറന്നുകൊണ്ട് അകത്തേക്ക് പ്രവേശിക്കാൻ ശ്രമിക്കുകയാണ്. ഇതിന്റെ ഭാഗമായി വലിയ രീതിയിലുള്ള പ്രതിഷേധം ഒരു ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ട്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. ആളുകൾ അകത്തേക്ക് തങ്ങളെ പ്രവേശിപ്പിക്കണമെന്ന് ആവശ്യപ്പെടുന്നു. തങ്ങൾക്ക് ആ പ്രതിയെ കാണണം. ഈ നരാധമനെ, ഒരു കുടുംബത്തെ അനാഥമാക്കിയ, ഒരു കുടുംബത്തിലെ 3 പേരെ നിഷ്കരുണം കൊലപ്പെടുത്തിയ ആ പ്രതിയെ ഞങ്ങൾക്ക് കാണണമെന്ന് ഈ നെന്മാറക്കാർ ആവശ്യപ്പെടുകയാണ്. ഹാഷ്മി, അതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ പോലീസ് ഗേറ്റ്, നെന്മാറ പോലീസ് സ്റ്റേഷന്റെ ഗേറ്റ് തകർത്തുകൊണ്ട് അകത്തേക്ക് പ്രവേശിക്കാൻ ആളുകൾ ശ്രമിക്കുന്നു. അതിനെ പ്രതിരോധിക്കാൻ പോലീസ് നന്നേ പാടുപെടുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഒരുപക്ഷെ അനാവശ്യമാണോ ഈ പ്രതിഷേധം എന്ന് പോലും നമുക്ക് തോന്നിപ്പോകും. കാരണം പോലീസ് അവരുടെ ജോലി നിർവഹിക്കുന്നു, അവരുടെ ഭാഗത്തുണ്ടായ വീഴ്ചകൾ നമ്മൾ അംഗീകരിക്കുന്നു. അതേ പക്ഷം ഇനി പോലീസിന്റെ ദൗത്യമാണ്. പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഇനി ചോദ്യം ചെയ്യലിലേക്ക് അടക്കം അവർക്ക് കടക്കേണ്ടതുണ്ട്. ഇതാ ഈ ഗേറ്റ് തകർക്കാനുള്ള ശ്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരുപാടധികം ആളുകൾ ഇവിടേക്ക് ഒരേ സമയം എത്തിച്ചേരുന്നു. അതുകൊണ്ട് തന്നെ പോലീസിന് പലപ്പോഴും ഇത് നിയന്ത്രിക്കാൻ പറ്റാതെ വരുന്ന ഒരു സാഹചര്യം രൂപപ്പെടുകയാണ്. ആകെ വളരെ പ്രശ്നമാണ് എന്ന് പറഞ്ഞാൽ അവിടെ ഒരുപക്ഷെ ആ ഗേറ്റ് ഇളക്കി മാറ്റാനും പരുവത്തിലുള്ള ആൾബലം അവിടെ ഉണ്ട്. വലിയ രോഷത്തിലാണ് അവരുള്ളത്. അത് ശരിയല്ല എന്ന് പറഞ്ഞാൽ കാര്യം ശരിയാണ്. ഇത്തരത്തിൽ പോലീസിന്റെ കൊടിയ അനാസ്ഥ കൊലപാതകത്തിന് മുമ്പുണ്ടായി എന്നുള്ള കാര്യം സത്യമാണ്. പോലീസിന് വീഴ്ചയുണ്ടായി എന്നുള്ള കാര്യം സത്യമാണ്. പക്ഷേ ഇനിയിപ്പോൾ നിയമത്തിന്റെ വഴിക്കാണ് പോകുന്നത്. നമുക്ക് ഇവിടെ ഉള്ളത് നിയമത്തിന്റെ വഴിയാണ്, അതല്ലാതെ കൈക്കരത്തിന്റെയോ അല്ലെങ്കിൽ ആൾബലത്തിന്റെയോ വഴിയല്ല നമ്മുടെ മുന്നിലുള്ളത്. അതുകൊണ്ട് നിയമത്തിന്റെ വഴിക്ക് പോകാൻ പോലീസിനെ അനുവദിക്കാനാണ് വേണ്ടത്.